അങ്ങനെ ഇംഗ്ലണ്ട് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇന്ത്യൻ ടീം ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. 68 റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. പകരത്തിന് പകരം വീട്ടിയിരിക്കുകയാണ്. 2022 സെമിയിൽ ഇന്ത്യ തോറ്റു. അതിന് പ്രതികാരമായിട്ട് ഇന്നിപ്പോൾ ഇംഗ്ലണ്ട് ടീമിനെ ഇന്ത്യ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം ഇംഗ്ലണ്ട് താരം മൊയിൻ അലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കുൽദീപും അക്സറുമാണ് ഇന്ന് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. മികച്ച ബോളിംഗ് ആണ് അവർ കാഴ്ചവെച്ചത്. അതുപോലെ ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മയും. ഇന്ന് കളി തോറ്റ ശേഷം മൊയിൻ അലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇന്ന് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പണി തന്നത് രോഹിത് ശർമ്മയാണ്. അദ്ദേഹം ഇന്ന് മികച്ച കളി കാഴ്ചവെച്ചു. രോഹിത് സൂര്യ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ടീം ഇന്ന് മികച്ച സ്കോർ നേടിയത്. കളി തോൽക്കാൻ കാരണം അത് രോഹിത് ശർമ്മയാണ്. അതുപോലെ ഇന്ത്യൻ ടീം മികച്ച ബോളിംഗ് ആണ് കാഴ്ചവെച്ചത്. അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതുപോലെ മഴ പെയ്തത് കളി തോൽക്കാൻ കാരണമായി. പിച്ചിന്റെ സ്വഭാവം മാറിയിരിക്കുകയാണ്. സെക്കൻഡ് ബാറ്റിങ്ങിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ടോസ് ലഭിച്ചപ്പോൾ ബാറ്റിംഗ് തിരഞ്ഞെടുക്കണമായിരുന്നു. ഞങ്ങൾ ചെയ്ത വലിയ തെറ്റാണത്. വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അടുത്ത വർഷം ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് മൊയിൻ അലി വ്യക്തമാക്കി. രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനാണ് ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ചത്. കോഹ്ലിയും ഋഷഭ് പന്തും പെട്ടെന്ന് ഔട്ടായപ്പോൾ രോഹിത് ശർമ്മ ടീമിനെ താങ്ങി നിർത്തി. രോഹിത്തിന്റെയും സൂര്യയുടെയും ഇന്നിംഗ്സാണ് ഇന്ത്യൻ ടീമിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഓസീസിനെ തോൽപ്പിച്ച് ഇന്ത്യ അവരെ പുറത്താക്കി. ഇപ്പോൾ ഇതാ ഇംഗ്ലണ്ട് ടീമിനെയും തോൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് ഒരേ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് ഫൈനലാണ്. ഫൈനലിൽ ആഫ്രിക്കൻ ടീമിനെ തോൽപ്പിച്ച് വേൾഡ് കപ്പ് സ്വന്തമാക്കണം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫൈനലിലാണ് ഇന്ത്യ തോറ്റിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇന്ത്യ കപ്പും കൊണ്ടേ മടങ്ങൂ. അക്സറാണ് ഇംഗ്ലണ്ട് ടീമിനെ പഞ്ഞിക്കിട്ടത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.